Hello students, we can come to the activity 1. Open your textbook at page 13, 1-3 and look at the first question. Activity number 1. You have read the story, How Far is the River? Haven't you? Now try to remember the story and complete the following suitably. There are 4 columns you can see in that activity, and there are 4 different sentences given based upon the story How Far is the River. The first one you can look at the sentences that impress you the most. Second one, the moment you enjoyed the most. Third one, the characters who touch your heart. And last one, the pictures that flash to your mind. Come to the first one. The sentences, വാക്യങ്ങൾ that impress you most. നിങ്ങളെ മനസ്സിലേക്ക് കടന്ന കാര്യങ്ങൾ. അതേതൊക്കെ സെൻറ്റൻസുകളാണ് ഈ കഥയിൽ നമ്മുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച സെൻറ്റൻസുകൾ, നമ്മളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ സെൻറ്റൻസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സെൻറ്റൻസുകളായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക ഏതൊക്കെ സെൻറ്റൻസുകളാണെന്നുള്ളത്. ഒന്ന് എന്ത് തന്നെ നമുക്ക് കൊടുക്കാം. ആ കുട്ടി, അതേപോലെ തന്നെ പുഴ, മല, ഇത് ചേർത്തിട്ടൊരു സെൻറ്റൻസ് ഒന്ന് നോക്കി നോക്കുക. അതന്നെ, ആ കുട്ടിയുടെയും പുഴയുടെയും നടുക്ക് ആര് നിൽക്കുന്നുണ്ട്? ആ ഒരു മല നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്കതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം? ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടെയിൻ എന്ന് വേണമെങ്കിൽ ഫസ്റ്റ് ഭാഗത്തേക്ക് നമുക്കതിൽ ചേർക്കാം അല്ലേ? രണ്ടാമത്തത് ഏതാണ് സെൻറ്റൻസ് നിങ്ങളെ ഇംപ്രസ് ചെയ്തത്? ആ കുട്ടിയുടെ നടത്തവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആ കുട്ടി എങ്ങനെയാണ് നടന്നത്? വെരി ഗുഡ്. ആരോ പറയുന്നുണ്ട് അല്ലേ, നഗ്നമായ പാദങ്ങൾ കൊണ്ട്, ചെരുപ്പിടാതെയായിരുന്നു ആ കുട്ടി നടന്നത്. അതിൻ്റെ ഒരു കാരണമുണ്ട്. അതെങ്ങനെയാണ്? ആ കുട്ടിക്ക് വാം സ്റ്റോൺസിൻ്റെയും കൂൾ ഗ്രാസിൻ്റെയും ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടില്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഹി വാക്ക്ഡ് ബെയർ ഫൂട്ടഡ് ബിക്കോസ് ഹി ലൈക്ഡ് ദ ഫീലിംഗ് ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ് എന്ന് പറയുന്ന രണ്ടാമത്തെ സെൻറ്റൻസ് കൊടുക്കാം. ഇനി വല്ല സെൻറ്റൻസും അതുപോലെ ഉണ്ടോ? ബോയ് വളരെ യങ്ങാണ്, റിവർ എങ്ങനെയായിരുന്നു? സ്മോളാണ് അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്രഷൻ ചെയ്ത സെൻറ്റൻസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് നടക്കും. ദ മൊമെൻറ്റ് യു എൻജോയ്ഡ് ദ മോസ്റ്റ്. എൻജോയ് മീൻസ് ആസ്വദിക്കുക, ആനന്ദം കാണുക എന്നുള്ളതൊക്കെയാണ് എൻജോയ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയ, ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മൊമെൻറ്റുകൾ, ആ നിമിഷങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് എന്താണ്? ആ കുട്ടിക്ക് രക്ഷിതാക്കൾ പുറത്തു പോയി എന്ന് പറയുന്ന ആ ഒരു രംഗമാണ്. കാരണം അന്ന് പുഴയിലേക്ക് പോകാമല്ലോ അല്ലേ? അപ്പോൾ അതിനെങ്ങനെ നമ്മൾ പറയാൻ വേണ്ടി പറ്റും? ദ പാരൻസ് വെൻറ്റ് ടു ദെയർ റിലേറ്റീവ്സ് ഹൗസസ് ആൻഡ് the boy can go to the river എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗം കൊടുക്കാം. രണ്ടാമത്തെ ഭാഗം നമുക്ക് എങ്ങനെ കൊടുക്കാം? എൻജോയ് ചെയ്തത് ആ കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുന്നു, അവിടെ വളകിലുങ്ങുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ ചേർത്ത് പറയാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം? ദ ബോയ് മെറ്റ് എ വില്ലേജ് ഗേൾ whose bangles made a sound
ക്ലിങ്കിങ് സൗണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സെൻറ്റൻസ് ഉണ്ടോ? വെരി ഗുഡ്, ആരോ പറഞ്ഞു അല്ലേ? എന്താണ് പറഞ്ഞത്? ആ കുട്ടി പുഴയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല അതിൽ എൻജോയ്മെൻറ്റ് കാണുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ. ദ ബോയ് ഫൈനലി റീച്ച് ദ റിവർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമുക്ക് അതിലേക്ക് ചേർക്കാം. ഇനിയുണ്ട് സെൻറ്റൻസുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 3 സെൻറ്റൻസുകളെങ്കിലും മിനിമം നമുക്കതിൽ ചേർക്കണം. അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ദ ക്യാരക്ടേഴ്സ് ഹു ടച്ച് യുവർ ഹാർട്ട്. ഏതൊക്കെ കഥാപാത്രങ്ങളാണ് നിങ്ങളുടെ ഹൃദയം കീഴടക്കിയത്, അല്ലെങ്കിൽ ഹൃദയത്തെ തൊട്ടറിഞ്ഞ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞു തരൂ. ഒന്ന് ആ ബോയ് തന്നെ നമുക്ക് പറയാം, ദ ബോയ്. രണ്ടാമത്തതോ ദ ഗേൾ എന്ന് പറയാം. മൂന്നാമത്തത് ദ വുഡ് കട്ടർ വേണമെങ്കിൽ പറയാം. ദ വില്ലേജ് ബോയ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇത്രയും ആളുകളൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളെ പേര് വെച്ചാൽ മതി, അതിൻ്റെ ആൻസർ കറക്റ്റായി. 4ാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ദ പിക്ചേഴ്സ് ദാറ്റ് ഫ്ലാഷ് ത്രൂ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഏതൊക്കെ ചിത്രങ്ങളാണ് ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ആ കുട്ടി ഇങ്ങനെ ആ ഒരു മലനിരകളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങൾ പറയാം. ഒരു വൈൽഡ് ഭാഗത്തു കൂടെയാണ് അവൻ പോകുന്നത് അല്ലേ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരു പൂവ്, ഡാലിയ പൂവ്. നിങ്ങൾ ഓർമ്മ ഉണ്ടോ? ഡാലിയ പൂവ് ഇങ്ങനെ അതിൻ്റെ ഗോൾഡൻ ഹെഡ് ഇങ്ങനെ താത്തുന്ന രീതിയിലേക്ക് കാണാൻ വേണ്ടി പറ്റി. മറ്റൊന്ന്, എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്. ആ ഒരു ഹിൽ സൈഡിൽ നിന്നും ഒരു ട്രിക്കിൾ ഓഫ് വാട്ടർ, കുറച്ച് വെള്ളത്തുള്ളികൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗമുണ്ട് അല്ലേ. അത് വളരെയധികം മനോഹരമായ ഒരു ചിത്രമാണ്. പിന്നെയോ ആ കുട്ടി ആ കാഴ്ച കണ്ട് വണ്ടർ ചെയ്തു എന്നുള്ളതാണ് അല്ലേ. ആ പുഴ കണ്ടു ലാസ്റ്റ്. അതും വളരെയധികം മനോഹരമായ ചിത്രമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്നുകൂടി നോക്കി നോക്കുക. ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത് ആ ഒരു കുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റിയ സെൻറ്റൻസുകൾ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് എൻജോയ്മെൻറ്റ് നടന്ന കാര്യങ്ങൾ. മൂന്നാമത്തേതിൽ മനസ്സിനെ സ്വാധീനിച്ച അല്ലെങ്കിൽ ഹൃദയത്തെ തൊട്ടറിഞ്ഞ കഥാപാത്രങ്ങൾ. ആൻഡ് ദ ഫോർത്ത് വൺ, ദ പിക്ചേഴ്സ് ദാറ്റ് ഫ്ലാഷ് ത്രൂ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അറിയുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ടേക്ക് യു നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഇറ്റ്, ദ ഫസ്റ്റ് ആക്ടിവിറ്റി, ദ ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് ആൻസേഴ്സ്, ആൻഡ് ഡ്രോ എ column for the same activity and make it as a good work. Okay, now come to the second activity. Here are the thoughts of a boy after his nature walk. Read it. ഇവിടെ ആ കുട്ടിയുടെ ആ ഒരു നടത്തത്തിന് ശേഷം, ആ പുഴ കണ്ടതിന് ശേഷമുള്ള ചില അനുഭവങ്ങൾ, ആ ചിന്തകൾ ഒക്കെയാണ് അതിലൂടെ പങ്കുവെക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കൂ. റീസെൻ്റ്ലി I visited, all of you read with me. ഒന്ന് കൂടെ വായിച്ചു നോക്കൂ. ആ സ്പെല്ലിങ് കറക്റ്റ് ചെയ്ത് വായിക്കട്ടോ. റീസെൻ്റ്ലി I visited a mountain valley, the magnificent valley of Kashmir. It was surrounded by snow-capped lofty mountains, which made it a land of springs and beautiful lakes. For a moment, I wondered whether I was in heaven. Really, Kashmir is a land of paradise. You read it once again. Identify the words and phrases. Words or phrases he used to express his thoughts. റൈറ്റ് ദം ബിലോ. നമ്മൾ അവൻ്റെ ആ ഒരു ചിന്തകൾ അവിടെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാക്കുകളൊക്കെ എന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴെ ലാസ്റ്റ് സ്പേസിലാണ് എഴുതി വെക്കേണ്ടത്. നോട്ടിലേക്കാണ് നമ്മൾ എഴുതേണ്ടത്. ടെക്സ്റ്റിൽ പെൻസിൽ കൊണ്ട് എഴുതി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കാം ഏതൊക്കെ വാക്കുകളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് പറഞ്ഞു നോക്കുക. അത് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന്
വെദർ ഐ വാസ് ഇൻ ഹെവൻ എന്ന് പറയുന്ന ഭാഗം കൊടുക്കാം അല്ലേ. മറ്റൊന്ന് ലാൻഡ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കൊടുക്കാം അല്ലേ. മൂന്നാമത്തതോ മാഗ്നിഫിഷ്യൻറ്റ് വാലി എന്ന് പറയുന്ന ആ ഒരു ഭാഗം കൊടുക്കാം. പിന്നെ സ്നോ കേപ്പ് ലോഫ്റ്റി മൗണ്ടെയ്ൻസ് എന്ന് പറയുന്ന ഭാഗം കൊടുക്കാം. ബ്യൂട്ടിഫുൾ ലേക്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് കൊടുക്കാം അല്ലേ. ഇതൊക്കെ ഈ ചിന്തകളെ നമ്മൾ സ്വാധീനിക്കാൻ വേണ്ടി ചിന്തകൾക്ക് അതീതമായുള്ള വാക്കുകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇത്തരം കാര്യങ്ങളൊന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് റെഫർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസർ ആ ചിന്തകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ വാക്കുകൾ അവിടെ നിലവിൽ കണ്ട കാര്യങ്ങൾക്ക് അപ്പുറം ആ കുട്ടി എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കിടക്കാം. Now come to the third activity. The boy who goes in search of the river feels discouraged when he misses the village boy. He looks up and down the mountain path but sees no one. His own home is hidden from view by the side of the mountain, and the river is not in sight either. He wishes someone were with him. What would be his thoughts at the time? Write them below. ഇതിൻ്റെ മീനിങ് ഒന്നുകൂടി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ആ ഒരു കുട്ടി, ഞാൻ വായിക്കാം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക അതിൻ്റെ മീനിങ്. ദ ബോയ് ഹു ഗോസ് ഇൻ സെർച്ച് ഓഫ് ദ റിവർ, ആ പുഴയിലേക്ക് ഇങ്ങനെ തിരഞ്ഞു പോയ ആ ഒരു കുട്ടി. ഫീൽസ് ഡിസ്കറേജ്, അവനക്ക് ഡിസ്കറേജ് ഫീൽ ചെയ്തു. എന്താ ഡിസ്കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിരാശ തോന്നി അല്ലെങ്കിൽ നിരുത്സാഹം തോന്നി അല്ലേ. വെൻ ഹി മിസ്സസ് ദ വില്ലേജ് ബോയ്, എപ്പോഴാണ് തോന്നിയത്? ആ വില്ലേജ് ബോയെ മിസ് ചെയ്ത സമയത്ത്. ഹി ലുക്സ് അപ്പ് ആൻഡ് ഡൗൺ ദ മൗണ്ടെയിൻ പാത്ത്, അവൻ ആ മൗണ്ടെയിൻ പാത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ബട്ട് സീസ് നോ വൺ, അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ആരെയും കണ്ടില്ല. ഹിസ് ഓൺ ഹോം ഈസ് ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ, ആ മൗണ്ടെയിൻ കാരണം എന്ത് കാണാനില്ലായിരുന്നു? അവൻ്റെ വീട് കാണാനില്ലായിരുന്നു. ഹിഡൻ, ഹൈഡ്, ഒളിക്കുക, മറക്കുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. അതിൻ്റെ വീട് ആ മൗണ്ടെയിൻ മറച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ റിവർ ഈസ് നോട്ട് ഇൻ സൈറ്റ് ഐദർ, അവനക്ക് എന്തും കാണാനുണ്ടായിരുന്നില്ല, പുഴയും കാണാനുണ്ടായിരുന്നില്ല. ഹി വിഷസ് സമ്മൺ വേർ വിത്ത് ഹിം, അവൻ ആഗ്രഹിച്ചു. എന്താണ് ആഗ്രഹിച്ചത്? ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ് അറ്റ് ദ ടൈം, ആ സമയത്ത് അവൻ എന്തൊക്കെ ആയിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാകുക. റൈറ്റ് ദം ബിലോ. അത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കൃത്യമായിട്ടൊന്ന് ആലോചനയ്ക്ക് വിധേയമാക്കി അതൊന്ന് ചെയ്യേണ്ട ഒരു വർക്കാണ്. യു വാണ്ട് ടു റൈറ്റ് ഇറ്റ് യുവർ ഓൺ. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് അത് ചെയ്യണം. ഞാൻ അതിൻ്റെ ഒരു കുറച്ച് ക്ലൂ തരാം. ആ കുട്ടി ചോദിച്ചേക്കാം, വേർ ഡിഡ് ദാറ്റ് ബോയ് ഗോൺ, അല്ലേ, എവിടേക്കാണ് ആ വില്ലേജ് ബോയ് പോയിട്ടുണ്ടാകുക? ഐ ഡോണ്ട് ഫൈൻഡ് ഹിം, എനിക്ക് അവനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഐ ഡോണ്ട് ഫൈൻഡ് എനി വൺ, ആരെയും എനിക്ക് കാണാനില്ല. ഐ കനോട്ട് റിട്ടേൺ മൈ ഹോം ബിക്കോസ് ഇറ്റ്സ് ഫാർ അവേ ഫ്രം ഹിയർ, എനിക്കെൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചു പോകാനും വയ്യ, ഒരുപാട് ദൂരെയാണത്. ആൻഡ് ഐ കുഡിൻ ഫൈൻഡ് ദ റിവർ, എനിക്ക് പുഴയും കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല. ഈ രീതിയിൽ ആ കുട്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാകും, അല്ല എനിക്ക് പുഴ കാണാൻ പറ്റുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയാലോ, അല്ല പുഴയിലേക്ക് തന്നെ പോകണോ എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ ആ കുട്ടിയുടെ ചിന്തകൾ ചേർത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. മനസ്സിലായില്ലേ? അവൻ്റെ ചിന്തകളാണ് അതിനകത്തേക്ക് വരേണ്ടത്. മനസ്സിലാവുണ്ടല്ലോ? അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഇവിടെ കണ്ടിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിലും കാര്യങ്ങൾ ചിന്തിച്ചിട്ട് എഴുതാവുന്നതാണ്. മനസ്സിലായില്ലേ? അവസാനം അവൻ എന്ത് ചിന്തയായിരിക്കണം അവൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാകുക? എന്ത് വന്നാലും ശരി, ഐ വാണ്ട് ടു സീ ദ റിവർ, ഐ വാണ്ട് ടു ഗോ ദ റിവർ, അല്ലേ, ആ പുഴയിലേക്ക് ഞാൻ പോകുക തന്നെ ചെയ്യുമെന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് അവനങ്ങനെ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 4 കൂടി ഇന്ന് എടുത്തിട്ട് നിർത്താം. ആക്ടിവിറ്റി 4 എന്താണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? ദ ഫോളോയിങ് ആർ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് എ പാത്ത് ടു ദ ഹിൽ. റീഡ് ദം. There are 2 type
of descriptions in activity 4. A column and B column. You can read first A column. All of you read with me. The path was steep. It was a dizzy, winding one. The hill was covered with lush green ferns. The trees were woven with creepers, and a great wild dahlia would suddenly rear its golden head from the leaves and ferns. A trickle of water came from the hillside. The water was cold and sharp, but very refreshing. ഒന്നാമത്തതിൽ എന്താണ് പറയുന്നത്? ആ പുഴയോരത്തിലേക്ക് പോകുന്ന സമയത്ത്, പുഴയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആ ഒരു മലയോര പാതയുടെ കാര്യങ്ങളൊക്കെയാണ് അവൻ വിവരിക്കുന്നത് അല്ലേ. വളരെ സ്റ്റീപ്പായ ഇറക്കമുള്ള പാതകളായിരുന്നു. ഡിസി, വിൻഡിങ് വൺ, ഇങ്ങനെ ചെറിയ കാറ്റടിക്കുന്ന രീതിയിലായിരുന്നു. ആ ഒരു കുന്നിൻ മുകളിലൊക്കെ ആകെ ലഷ് ഗ്രീൻ ഫേൺസ്, പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. മരങ്ങളുണ്ട്, അതുപോലെ വള്ളികളുണ്ട്. ഡാലിയ പൂവിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് ട്രിക്കിൾ ഓഫ് വാട്ടർ, അവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അരുവിയായിക്കൊണ്ട് വരുന്ന ഒരു രംഗം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൾഡ് ആൻഡ് ഷാർപ്പ് എന്ന് പറയുന്ന ആ ഒരു വെള്ളത്തെ പറ്റി വർണ്ണിക്കുന്ന കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കോളം നോക്കിയാൽ ബി പാർട്ട് നോക്കി നോക്കും. ദ പാത്ത് വാസ് സ്റ്റീപ്പ്. The hill was covered with ferns, trees and dahlias. Water came from the hillside. The water was refreshing. വളരെ കുറഞ്ഞ കാര്യം മാത്രമേ അതിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. ഏത് ഡിസ്ക്രിപ്ഷനാണ് മോർ ഇൻട്രസ്റ്റിംഗ്? ഏതാണ്, എ ഓർ ബി? യെസ്, യു ആൾ ആർ അഗ്രീയിങ് വിത്ത് എ. ഓക്കെ. ലിസ്റ്റ് ദ വേർഡ്സ് വിച്ച് ആഡ് ഗ്രേറ്റ് എഫേർട്ട് ടു ദ ഡിസ്ക്രിപ്ഷൻ. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്ലേസ്. ഇതിലേക്ക് വർണ്ണിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയാം. ആ ഡാലിയനെ കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഏതൊക്കെ വാക്കുകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, വർണ്ണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ? ഡിസി, വിൻഡിങ്, ലഷ് ഗ്രീൻ, ട്രിക്കിൾ ഓഫ് വാട്ടർ, കോൾഡ് ആൻഡ് ഷാർപ്പ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയാണ്. ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇത്ര നന്നായിട്ട് വർണ്ണിക്കുന്നത് പോലെ നിങ്ങളൊരു വിവരണം തയ്യാറാക്കുക. മനസ്സിലായില്ലേ? അതിലെല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് വേണം ചെയ്യാൻ. വെറുതെ ഒരു 2 വരി എഴുതി വെച്ചിട്ട് നിർത്തലല്ല, നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.